സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരു വൈഷ്ണവാം ച രൂപം സഗ്രജാതം സഹഗണരഘുനാഥാന്വിതം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാ സഹഗണ ലളിത വിശാഖ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത കാന്ത നമോസ്തുതേ സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ കൽപതരുഭ്യശ്ച സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്വാഗതം. ഹരേ കൃഷ്ണ പ്രഭു. അവർണീഷ് ഹരേ കൃഷ്ണ. സൂര്യ ഹരേ കൃഷ്ണ പ്രഭു. ആദ്യ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് പുതിയ ഒരു കൂട്ടുകാരിയെ കൂടി കിട്ടിയിട്ടുണ്ട് അല്ലെ? ആദ്യ ഏത് ക്ലാസ്സിലാണ്? ആദ്യ പരിചയപ്പെടുത്തിക്കോളൂ. എന്റെ പേര് ആദ്യ രഞ്ജിത്ത്. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഹലോ, ഇതിന്റെ കുഴപ്പമാണോ? ആ പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. എന്റെ പേര് ആദ്യ. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ എമിറേറ്റ്സ് നാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഹരേ കൃഷ്ണ. നാട്ടില് ആലപ്പുഴയാണ്, കായംകുളം. കായംകുളം. ഹരേ കൃഷ്ണ. ആരോ ഉണ്ടല്ലോ ഇതിനകത്ത് കായംകുളം ഭാഗത്തുള്ളവര്. ദേവദർശ് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. സുഖം തന്നെ? സുഖം. ഓക്കെ. ഹരേ കൃഷ്ണ.
ചാർജില്ലായിരിക്കും. നമ്മള് അപ്പം ആദ്യ പുതിയായിട്ട് വന്നിട്ട് പറയാണ്, നമ്മളിപ്പം ഒന്നാമത്തെയും രണ്ടാമത്തെയും അധ്യായം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ അധ്യായത്തിലോട്ടാണ്. ഓക്കെ, മൂന്നാമത്തെ അധ്യായത്തില് നമ്മൾ കർമ്മയോഗമാണ്. അധ്യായത്തിന്റെ പേരെന്താണ്? കർമ്മയോഗം. അൺമ്യൂട്ട് ആക്കിയിട്ട് പറയാം. കർമ്മയോഗം. കർമ്മയോഗം. അപ്പം കർമ്മയോഗത്തില് അനവദ്യ ഹരേ കൃഷ്ണ. കർമ്മയോഗത്തില് ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരികയാണ്. എന്താണ് നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി, നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളതാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? എന്തോ ഫസ്റ്റ് ആക്ടിവിറ്റീസ് നമ്മുടെ ശുചിത്വം, അതായത് നമ്മുടെ ശരീരം, ബോഡി ക്ലീൻ ചെയ്യണം അല്ലേ? ശരി, ബോഡി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? വിളക്ക് കത്തിച്ച് നാമം ചൊല്ലണം. വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഐശ്വര്യം വരെ, ഐശ്വര്യം വരാൻ. ഓക്കെ, വീട്ടിലും വരാം. ഓക്കെ, പിന്നെ ബാക്കിയുള്ളവർക്ക് പറയാം, എല്ലാവർക്കും പറയാം. അത് എഴുന്നേറ്റു, രാവിലെ എഴുന്നേറ്റു, ബോഡി ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ രണ്ടാമത് എന്ത് ചെയ്യും? ഞാൻ പറയട്ടെ. എന്നിട്ട് അമ്പൂറ്റിയെ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മള് ഇപ്പൊ അത്യാവശ്യമായിട്ട് നമ്മള് ചെലപ്പോ നമ്മളിപ്പോ പൂജക്കൊക്കെ പോത്തില്ല. അപ്പൊ ചെയ്യേണ്ട റൂൾസ് ആദ്യം എഴുന്നേറ്റിട്ട് പല്ലിയൊക്കെ എന്നിട്ട് കുളിക്കുക, എന്നിട്ട് വിളക്കത്തിക്കുക, വിളക്കൊക്കെ എന്നിട്ട് വിളക്ക് കത്തിച്ച് അമ്പൂറ്റി ജപിച്ചിട്ട് പോവാം. അതാ ചെയ്യേണ്ട റൂൾസ്, മെയിൻ റൂൾ. ബോഡി ക്ലീൻ ചെയ്യണം. ഓക്കെ, സാർ മ്യൂട്ടാണ്. ഓക്കെ, ശരി. അപ്പം പറഞ്ഞു വന്നത്, രാവിലെ എഴുന്നേറ്റ് ബോഡി ക്ലീൻ കഴിഞ്ഞാൽ പിന്നെ മനസ്സിനെ ക്ലീൻ ചെയ്യിക്കണം. അതിനാണ് നമ്മൾ വിളക്ക് കൊളുത്തി ഭഗവാന്റെ അടുത്ത് വന്ന് തൊഴുന്നത്. തൊഴുത് നമ്മള് നാമം ജപിക്കും. ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് ആദ്യം ജപിക്കേണ്ടത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും? നമ്മുടെ മനസ്സ് ക്ലീൻ ആവും, നമ്മുടെ മൈൻഡ്. നമ്മൾ 5 എലമെന്റ്സ് ഏതൊക്കെയാ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച? 5+3 എലമെന്റ്സ്. നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ബോഡിയെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് 8 എലമെന്റ്സ് കൂടിയിട്ടാണ്. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? Touch, smell, hear. Okay. Taste. Then see. Okay. Then +3. Mind, intelligence, false ego. അപ്പം 5 എലമെന്റ്സ് എന്ന് പറയുമ്പോൾ പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയും. പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട്, 5 എലമെന്റ്സിനെ കൊണ്ടാണ് നമ്മുടെ ബോഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 5 എലമെന്റ്സ് നിട്ടേര ചാറ്റില് ഗോവിന്ദ് 5 എലമെന്റ്സ്. അതിനകത്ത് തന്നെ ഭഗവത്ഗീതയില് അതും
കൃഷ്ണൻ ആ ശ്ലോകം പറയുന്നുണ്ട്. കിട്ടിയോ ഗോവിന്ദ്? ഒരു മിനിറ്റ്. സാർ ഞാൻ വെക്കുന്നുണ്ട് ചാറ്റിൽ ഒരു സെക്കൻഡ്. ഹരേ കൃഷ്ണ. ഏതൊക്കെയാണ് പറഞ്ഞത്? 5 എലമെന്റ്സ് കിട്ടിയോ? ഭൂമിരാപോ അനലോ. പറഞ്ഞേ, ഭൂമിരാപോ അനലോ എന്നൊരു ശ്ലോകമുണ്ട് ഭഗവത്ഗീതയില്. അതെ പ്രഭു, ചെല്ലണോ? അത് എടുക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുന്നുണ്ട് പ്രഭു. ശ്ലോകം. ഭൂമിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവ ച അഹംകാരം ഇതി മേ ഭിന്നാ പ്രകൃതിരഷ്ട്രത. 7th ചാപ്റ്ററില് 4ാമത്തെ ശ്ലോകം. സ്ക്രീൻ ഷെയർ ചെയ്യണോ? സ്ക്രീൻ ഷെയർ ചെയ്യണോ? സ്ക്രീൻ ഷെയർ ചെയ്യണം സാർ. കേൾക്കുന്നുണ്ടോ? കണ്ടേ പാടാൻ പറ്റില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് പ്രഭു. ഗോവിന്ദ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. പക്ഷെ സംസാരിക്കുന്ന രാഹുലിന്റെ ഹരേ കൃഷ്ണ, ഞാൻ പറഞ്ഞ കേട്ടായിരുന്നോ? ആ കേട്ടായിരുന്നു. അപ്പം 7ാമത്തെ അധ്യായത്തില് 4ാമത്തെ ശ്ലോകമാണ് നമ്മുടെ ബോഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്ത്. നമുക്ക് കൃഷ്ണൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് നമ്മുടെ ബോഡിയെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്. പഞ്ചമഹാഭൂതങ്ങള്, ഭൂമി, പിന്നെന്താണ്, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. എർത്ത്, വാട്ടർ, ഫയർ, എർത്ത് ആൻഡ് സ്കൈ. എർത്ത് നമ്മുടെ ബോഡി ക്രിയേറ്റ് ചെയ്തിരിക്കുക, നോട്ട് ചെയ്ത് വെക്കുക. എർത്ത്, വാട്ടർ, ഫയർ, എർത്ത്, സ്കൈ. ഓക്കെ. then പ്ലസ് മൈൻഡ്, ഇന്റലിജന്റ് ആൻഡ് ഫാൾസ് ഈഗോ. അധ്യായം 7 എത്രാമത്തെ ശ്ലോകമാണ്? ഓക്കെ. അപ്പം ഈ 8 എലമെന്റ്സിനെ കൊണ്ടാണ് ബോഡി ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ ബോഡി ക്ലീൻ ചെയ്യാൻ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ കുളിക്കും. പക്ഷേ മൈൻഡ്, ഇന്റലിജൻസ് ആൻഡ് ഫാൾസ് ഈഗോ, ഈ 3നെ ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളില്, നമ്മുടെ ബോഡിക്കുള്ളില് മെഡിസിൻ കൊടുക്കണം, അല്ലെങ്കിൽ ക്ലീനിങ് ലിക്വിഡ് പാസ് ചെയ്യണം. അപ്പം ആ ക്ലീനിങ് ലിക്വിഡ് ആണ് എന്താണ്? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അപ്പൊ ആ വൈബ്രേഷണൽ സൗണ്ട് വരുമ്പം നമ്മുടെ മൈൻഡ്, നമ്മുടെ ഇന്റലിജൻസ് ആൻഡ് നമ്മുടെ ഫാൾസ് ഈഗോ, ഈ 3 ക്ലീൻ ആവും. മൈൻഡ് ക്ലീൻ ആവുമ്പോൾ
നമുക്ക് ഹൈ ഇന്റലിജന്റ് പവർ കിട്ടും, IQ ലെവൽ കൂടും. ഇവിടെ അതാണ് കൃഷ്ണൻ പറയുന്നത്. കൃഷ്ണൻ ഏറ്റവും ഗ്രേറ്റ് സയന്റിസ്റ്റ് ആണ്, ശരിയല്ലേ? ബോഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇത്രയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ മോഡേൺ സയൻസിലും പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം എത്ര എലമെന്റ്സ് ആണ് ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? 8 എലമെന്റ്സ്. ആർക്കൊക്കെ പറയാമോ? 5 + 3 8 എലമെന്റ്സ്. ടോട്ടൽ 8 എലമെന്റ്സ്. The 5 elements: earth, water, fire, ether and sky. Okay. ആ ശ്ലോകം കൂടെ നമുക്ക് ഇന്ന് പഠിക്കാം. ഇത് ബൈഹേർട്ട് ചെയ്യേണ്ടതാണ്. ഈ ശ്ലോകം ബൈഹേർട്ട് ചെയ്യണം. ദെൻ പ്ലസ് മൈൻഡ്, ഇന്റലിജൻസ് ആൻഡ് ഫാൾസ് ഈഗോ. 7th ചാപ്റ്റർ എടുക്കാം നമുക്ക്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ശ്ലോകമല്ലേ? ആരൊക്കെ പഠിച്ചിട്ടുണ്ടാവും? ഓക്കെ. 7th ചാപ്റ്റർ 7.4 BG സ്പേസ് 7.4 എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടും. ഓക്കെ, ഞാൻ എടുക്കാൻ നോക്കാം. എന്താ സാറ്? സാർ എന്താണ്? ഭൂമിരാപോ അനലു വായു കമ്മനോ ബുദ്ധിരേവച അഹങ്കാരം ഇതീയമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടതാം. ഗോവിന്ദ് ഇട്ടു. താങ്ക് യു. ചാറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ട്രാൻസ്ലേഷൻ ഇട്ടുതരാം ഗോവിന്ദ്. അചൽ കൃഷ്ണൻ 7.4 7th ചാപ്റ്റർ 4th ശ്ലോകം. എർത്ത്, വാട്ടർ, ഫയർ, എയർ, എത്തർ. എയർ, എത്തർ, മൈൻഡ്. ഓക്കെ. എർത്ത്, വാട്ടർ, ഫയർ, എയർ, എത്തർ, മൈൻഡ്, ഇന്റലിജൻസ് ആൻഡ് ഫാൾസ് ഈഗോ. All together, these 8 constitute my separated material energies. ഇവിടെ എന്താ പറഞ്ഞത്? ഈ ബോഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ 8 എലിമെന്റ്സ് കൊണ്ടാണ്. ഈ 8 എലിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൈ മെറ്റീരിയൽ എനർജി എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ മെറ്റീരിയൽ എനർജിയാണ്. അപ്പൊ ഭഗവാന്റെ എനർജി കൊണ്ടാണ്, കൃഷ്ണന്റെ എനർജി കൊണ്ടാണ് നമ്മുടെ ഈ ബോഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ നാച്ചുറൽ പവറിൽ നിന്നാണ് നമ്മുടെ പവർ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പവറിനെ വീണ്ടും, ആ പവർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ആ പവറിനെ വീണ്ടും ചാർജ് ചെയ്യുന്നതാണെങ്കിൽ എങ്ങനെയാണ്? ഒരു ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഒരു മൊബൈലിൽ ഒരു ബാറ്ററി ഉണ്ടാവും, ശരിയല്ലേ? ആ മൊബൈൽ നമ്മൾ പറയും ചാർജ് കുറഞ്ഞെന്ന് പറയും, ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചാർജ് ചെയ്യാൻ വെക്കും. എന്ത് ചെയ്യും? അൺമ്യൂട്ട് ആയിട്ട് പറയൂ. ചാർജ് ചെയ്യാൻ വെക്കും. കേട്ടില്ല. ചാർജ് ചെയ്യാൻ എന്റെ വെക്കും. സ്പീക്കർ ഓഫ് ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ, ഒരു മിനിറ്റ്. പറഞ്ഞോ. ചാർജ് ചെയ്യാൻ വെക്കും. ചാർജ് ചെയ്യാൻ വെക്കും. ഓക്കെ. അപ്പൊ ഇവിടെ കൃഷ്ണൻ പറഞ്ഞു നമ്മുടെ ബോഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ 8 എലമെന്റ്സ് കൊണ്ടാണ്. ഈ 8 എലമെന്റ്സ് ഭഗവാന്റെ മെറ്റീരിയൽ, കൃഷ്ണന്റെ എന്റെ മെറ്റീരിയൽ എനർജി എന്നാണെന്ന് പറഞ്ഞു. ഓക്കെ. അതായത് സൂപ്പർ നാച്ചുറൽ പവർ ആയ കൃഷ്ണനിൽ നിന്നാണ് നമുക്ക് എനർജി ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മുടെ എനർജി പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചാർജ് ചെയ്യണം, അല്ലേ? അപ്പൊ നമ്മൾ ചാർജ് ചെയ്യുന്നത് എങ്ങനെ ചാർജ് ചെയ്യും? നമ്മുടെ മൊബൈലിൽ അനങ്ങാൻ പറ്റാത്ത സാധനത്തിനെ ചാർജ് ചെയ്യുന്ന, അല്ലാതെ നമ്മളെ ചാർജ് ചെയ്യണ്ട. നമ്മളെ ചാർജ് ചെയ്താൽ നമുക്ക് കറണ്ട് വരും, നമുക്ക് ഷോക്ക് അടിക്കും. നമ്മൾക്ക് നമ്മുടെ മനസ്സ് ക്ലീൻ ആണെങ്കിൽ അമ്പത്തിയുടെ അടുത്ത് പോയിട്ട് ഹരേ കൃഷ്ണ ചെല്ലണം.
അതേപോലെ പറയുന്നത് ഇപ്പൊ മൊബൈൽ ചാർജ് ചെയ്യുന്നത് പോലെ നമ്മുടെ ബോഡിക്കും ഒരു പവർ വേണം. അപ്പൊ ആ ബോഡിക്ക് പവർ, ഇപ്പം ബാറ്ററിയുടെ കണ്ടൻസ് എന്താണ്? ഒരു ബാറ്ററിയുടെ കണ്ടൻസ് എന്താണ്? കാർബൺ, ലിത്യം. ഇപ്പം ഒരു ബാറ്ററിയുടെ കണ്ടൻസ് ലിത്യം എടുക്കുമ്പോൾ അതേപോലെ നമ്മുടെ ബോഡിയുടെ കണ്ടൻസ് നമ്മൾ കൊടുക്കുന്ന ഫുഡ്. പക്ഷെ ആ ഫുഡിന് എനർജി വേണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ചാർജ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? ബാറ്ററിക്ക് ലിത്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സെൽഫായിട്ടൊരു ചാർജ് വരത്തില്ല. ഇതിന്റെ സോഴ്സ് ഏതാണ്? പവർ സോഴ്സ്. പവർ സോഴ്സിന് എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ, ഇല്ലേ? അപ്പൊ അതേപോലെ നമ്മൾ ആഹാരം കഴിച്ചെന്ന് പറഞ്ഞിട്ട് എനർജി വരുന്നില്ല. ഈ എനർജി യൂസ് ചെയ്യണമെന്നെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവർ നമുക്ക് കണക്ട് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ഇതാണ് ഇതിന്റെ കറക്റ്റ്. അപ്പൊ ആ കണക്ട് ചെയ്യുമ്പം ആരാണ് ഈ മെറ്റീരിയൽ എനർജി തരുന്നത്, ആ ആളിൽ നിന്ന് നമുക്ക് എടുക്കണം. അതിനാണ് നമ്മൾ ചാൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പം, നമ്മൾ ഭഗവത്ഗീത വായിക്കുമ്പം ഈ സൂപ്പർ നാച്ചുറൽ പവറിൽ നിന്ന് നമുക്കുള്ള പവർ കിട്ടും. ഉത്തരം സിമ്പിളാണ്. ഇപ്പൊ മനസ്സിലായില്ലേ നമ്മൾ എന്തുകൊണ്ടാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കേണ്ടതെന്ന്? ഇപ്പൊ മനസ്സിലായില്ലേ നമ്മൾ ഭഗവത്ഗീത വായിക്കേണ്ടത് എന്താണെന്ന്? അപ്പൊ നമുക്കുള്ള ഒരു മെറ്റീരിയൽ എനർജി, കൃഷ്ണൻ പറയുന്നു എന്റെ മെറ്റീരിയൽ എനർജിയാണ് ഭൂമിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാരം ഇതീയമ്മി ഭിന്ന പ്രകൃതി അഷ്ടധ. അപ്പം 8 വിധമായത്, 8 elements, the material energy is awarded from me only. അവാർഡ് ചെയ്തിരിക്കുകയാണ്, നമുക്ക് തന്നിരിക്കുകയാണ്. ആര് തന്നിരിക്കുന്നു? കൃഷ്ണൻ തന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വായിക്കാം. റിപ്പീറ്റ് ചെയ്യല്ലോ. അൺമ്യൂട്ട് ആക്കിയിട്ട് റിപ്പീറ്റ് ചെയ്തു. ഭൂമിർ അപൂർ അനലോ വായു ഖം മനോ ബുദ്ധിരേവച വായു കം മനോ ബുദ്ധിരേവച ഭൂമിരാപോ അനലോ ഭൂമിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച വായു കം മനോ ബുദ്ധിരേവച അഹങ്കാരം ഇതീയം മേ അഹങ്കാരം ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടഥാ ഭിന്നാ പ്രകൃതിരഷ്ടതഃ പ്രകൃതിരഷ്ടഥാ ഭിന്നാ പ്രകൃതിരഷ്ടതാ ഭിന്നാ പ്രകൃതിരഷ്ടതാ ഭൂമിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച വായു കം മനോ ബുദ്ധിരേവച അഹങ്കാരം ഇതീയം മേ അഹങ്കാരം ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടതാ ഭിന്നാ പ്രകൃതിരഷ്ടതാ. ശബ്ദാർത്ഥം ഭൂമി ഭൂമി, ആപഹ ജലം, അനലഹ അഗ്നി, വായു വായു, ഖം ആകാശം, മനഃ മനസ്സ്, ബുദ്ധി ബുദ്ധി, അഹങ്കാരം ച അഹങ്കാരവും, ഇതിയേവ ഇങ്ങനെ തന്നെ, മേ എന്റെ, ഇയം പ്രകൃതി ഈ പ്രകൃതി, അഷ്ടധ 8 വിധത്തിൽ ഭിന്ന ഭിന്നരായിരിക്കുന്നു. എന്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം എന്നിങ്ങനെ 8 എണ്ണം അടങ്ങുന്നതാണ്. ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അഭിനവ് വായിച്ചോളൂ. മ്യൂട്ടാണ് അഭിനവ്, മ്യൂട്ടാണ് അഭിനവ്. ഹരേ കൃഷ്ണ, മ്യൂട്ടാണ്. ഓക്കെ സർ. ഭൂമിരപോ അനലോ വായു കം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയം മേ ഭിന്ന പ്രകൃതിരഷ്ടതാ. ഞാന് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ വായിക്കാനാണ് പറഞ്ഞത്.
earth, water, fire, air, ether, mind, intelligence, and false ego. All together, these 8 constitute my separated material energies. Hare Krishna. Govind. ഏതാ ട്രാൻസ്ലേഷൻ? Translation. Earth, water, fire, air, ether, mind, intelligence, and false ego are all together. These 8 constitute my separated material energies. Nived. Nived, Hare Krishna. Hare Krishna. Translation. Earth, water, fire, air, ether, mind, intelligence, and false ego. All together, these 8 constitute my separated material energies. Hare Krishna. Aparnesh. Hare Krishna Prabhu. Earth, water, fire, air, ether, mind, intelligence, and false ego. Altogether, these 8 constitute my separated material energies. Hare Krishna. Achal Krishnan. Earth, water, fire, air, ether, mind, intelligence, and false ego. All together, these 8 constitute my separated material energies. Devadarsh. Hare Krishna Prabhu. Earth, water, fire, air, ether, mind, intelligence, and false ego. All together, these 8 constitute my separated material energies. Hare Krishna. Adya. Hare Krishna. Earth, water, fire, air, ether, mind, intelligence, and false ego. All together, these 8 constitute my separated material energies. Hare Krishna. Krishikesh. Hare Krishna. Hare Krishna. Earth, water, fire, air, other mind, intelligence, and force ego. All together, these 8 constitute my separated material energies. Kartika. ഒരു മിനിറ്റ് പ്രഭു, സോറി പ്രഭു, കട്ടായി പോയി. പിന്നെ ലാപ്ടോപ്പിൽ നിന്ന് കയറിയപ്പോ ഇച്ചിരി സമയം എടുത്തു. No issue. Okay. Hare Krishna. Kartika. Hare Krishna. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഒരു മിനിറ്റ് പ്രഭു, ഇപ്പം പറയാം. ഓക്കെ. ഹരേ കൃഷ്ണ. അനവദ്യ എടുത്തു വെക്കൂ. അനവദ്യ എടുത്തോ? പ്രഭു ഭഗവത്ഗീത 7.4 ആണ്. ഓക്കെ. കാർത്തിക എടുത്തു വെക്കുന്നത് വരെ, അനവദ്യ എടുത്തു വെക്കുന്നത് വരെ നമുക്ക് ഭൂമിർ അപ്പോ നല്ലോ അതോ ഭൂമിർ അപ്പോ നല്ലോ ട്രാൻസ്ലേഷൻ വായിക്കാതെ പിന്നെ നമുക്ക് ശ്ലോകത്തിലോട്ട് പ്രഭു. എന്റെ ഇപ്പൊ ബുക്കില്ല, ഞാൻ ചാറ്റിൽ നോക്കിയാ വായിക്കുന്നത്. Translation: Earth, water, fire, air, ether, mind, intelligence, and false ego. All together, these 8 constitute my separated material energies. ഇവിടെ മൈ മെറ്റീരിയൽ എനർജി എന്ന് പറയുമ്പോൾ ഈ മൈ ആരാണ്? ഞാൻ പ്രഭു, ഞാൻ ഓക്കെ, പറഞ്ഞോളൂ. Water, fire, air, ether, mind. ഇടയ്ക്ക് കാർത്തികയുടെ വോയിസ് ബ്രേക്കായി. ഇവിടെ മൈ മെറ്റീരിയൽ എനർജി എന്ന് പറയുമ്പം ഏതാണ്? ഭഗവാൻ മെറ്റീരിയൽ. കൃഷ്ണന്റെ മെറ്റീരിയൽ എനർജി അതാണ് പറഞ്ഞിരിക്കുന്നത്. എർത്ത്, വാട്ടർ, ഫയർ, എയർ, എത്തർ, മൈൻഡ്, ഇന്റലിജൻസ് ആൻഡ് ഫാൾസ് ഈഗോ. ആൾ ടുഗദർ ദീസ് 8 കോൺസ്റ്റിറ്റ്യൂട്ട് മൈ സെപ്പറേറ്റഡ് മെറ്റീരിയൽ എനർജി. ഭഗവാന്റെ
മെറ്റീരിയൽ എനർജിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് വെറുതെ അല്ല നമ്മൾ ചാൻഡ് ചെയ്യണമെന്ന് പറയുന്നത്, വെറുതെ അല്ല കൃഷ്ണനെ വിളിക്കണമെന്ന് പറയുന്നത്, വെറുതെ അല്ല ഭഗവത്ഗീത വായിക്കണമെന്ന് പറയുന്നത്. നമുക്ക് ആ എനർജി ചാർജ് പോകുമ്പം ആ ചാർജ് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സൂപ്പർ നാച്ചുറൽ പവർ സോഴ്സ് എവിടുന്നാണോ ആ സോഴ്സിൽ നമുക്ക് എടുക്കുന്നത്. ഇനി നമുക്ക് ശ്ലോകം വായിക്കാം. ഭൂമിരാപോ അനലോ ഭൂമിരാപോ അനലോ ഭൂമിരാപോ നലോ അനലോ അനലോ ഭൂമിരാപോ നനലോ വായു കമ്മനോ ബുദ്ധിരേവ ച Vayukam mano buddhireva cha. ഖം മനോ ബുദ്ധിർ ഏവ ച Vayukam mano buddhireva cha. ഭൂമിരാപോ അനലോ ഭൂമിരാപോ നലനോ വായു ഖം മനോ ബുദ്ധിർ ഏവ ച വായുക്കം മനോ ബുദ്ധിരേവ ച അഹങ്കാരം ഇതീയം മേ അഹങ്കാര ഇതീയം മേ അഹങ്കാരം ഇതീയം മേ അഹങ്കാരം ഇതീയം മേ പ്രകൃതിർ അഷ്ടധാ ഭിന്നാ പ്രതിർ അസ്തധാ ഭിന്നാ പ്രകൃതിർ അഷ്ടധാ ഭിന്നാ പ്രകൃതി അസ്തധാ ഭൂമിരാപോ അനലോ ഭൂമിരാപോ നലോ വായുഖം മനോ ബുദ്ധിരേവ ച വായുക്കം മനോ ബുദ്ധിരേവ ച അഹങ്കാരം ഇതീയം മേ അഹങ്കാരം ഇതീയം മേ പ്രകൃതിരഷ്ടധാ ഭിന്നേ അഹങ്കാരം ഇതീയം മേ ഇതീയം മേ പ്രകൃതിരഷ്ടധാ പ്രകൃതി അസ്തധാ ഇത്ര മനസ്സിലായില്ലേ? ഈ ശ്ലോകത്തില് വീട് ബൈ വീട് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ട്രാൻസ്ലേഷൻ വായിക്കാൻ പറഞ്ഞത്. ഭൂമി, അടുത്തത് ഭൂമി, ആപോ അനലോ വായു ഖം മനോ മൈൻഡ് ബുദ്ധി ഇന്റലിജന്റ് ഏവ ച പിന്നെന്താ അഹങ്കാരം ദ ഫാൾസ് ഈഗോ പിന്നെ ഇതീയം മേ എന്റെ മൈ ഭിന്ന ദ ഡിഫറന്റ് ഭിന്ന പ്രകൃതി അഷ്ടധ അഷ്ടധ അഷ്ടം 8 ഭൂമി രാപോ അനലോ വായു ഖം മനോ ബുദ്ധിർ ഏവ ച അഹങ്കാരം ഇതീയം മേ ഭിന്ന പ്രകൃതി അഷ്ടധ. ഓക്കെ, ആദ്യ വായിച്ചോളൂ ശ്ലോകം. ഹരേ കൃഷ്ണ. ഭൂമിർ അപോ അനലോ വായു കാമാനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതിയം മേ ഭിന്നാ പ്രാകൃതിരസ്തദാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എവിടെ അഭിജിത്ത്? ഓക്കെ, ഞാൻ പറയാം, വായിക്കാൻ പറ്റുമോ? ഭൂമി അൺമ്യൂട്ട് ആയിക്കോളൂ. മ്യൂട്ടാണ്, അൺമ്യൂട്ട് ആക്കാം. ഭൂമി രാപോ രാപോ അനലോ അനലോ വായു വായു ഖം കം മനോ മനോ ബുദ്ധിർ ബുദ്ധിർ ഏവ ച അഹങ്കാരം അഹങ്കാരം ഇതീയം മേ ഭിന്ന ഭിന്ന പ്രകൃതിർ അഷ്ടധ. അഷ്ടത. വെരി ഗുഡ്. ഓക്കെ, ഹരേ കൃഷ്ണ. രാഹുൽ.
Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama. Govind. भूमिरापो अनलो वायुकं मनबुद्धिरेव च अहङ्कार इति यं मे भिन्नप्रकृतिरष्टधा. Avarnesh, Hare Krishna. Thank you. Hare Krishna Prabhu. भूमिरापो नलो वायु खं मनो बुद्धिरेव च अहङ्कारमिदीयं मे भिन्ना प्रकृतिरष्टधा. Hare Krishna. Abhinav. Okay, sir. Bhumir abunalo vayu kammano buddhirevacha ahangara idiyame binna prakriti rashtada. Very good. Hare Krishna. Nives. Bhumirapo analo vayu mano buddhireva cha ahankara iti yam me binna praktir astadha. Very good. Rishikesh. Krishna Prabhu. Bhumir Punalo Vayu Kammano Buddhi Vacha Ahangara Ityami Binha Prakati Astada. Very good. Hare Krishna. Devadarsh. Bumirapo analo vayu kammana buddhireva cha ahankara iti yamme binna pragartar asthada. Very good. Hare Krishna. ഇനി ആരാണ് ചെല്ലാനുള്ളത്? കാർത്തിക. ഹരേ കൃഷ്ണ. പ്രഭു എനിക്കിത് റീഡ് ചെയ്യാൻ പറ്റൂല. ഇത് ഞാൻ പറഞ്ഞു തരാം. ഭൂമിരാപോ അനലോ ഭൂമിരാഗോ അനലോ വായു കമ്മനോ ബുദ്ധിരേവച വായു ബുദ്ധിരേവച ഖം മനോ വായു കം മനു ബുദ്ധി ഏവച. ഖം എന്ന് പറഞ്ഞാൽ ആകാശം, എതർ. ഓക്കെ. അഹങ്കാരം ഇതീയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടധ. വെരി ഗുഡ്. നെക്സ്റ്റ് വീക്ക് ഇതെല്ലാവരും ബൈഹാർട്ട് ചെയ്യണം കേട്ടോ. എളുപ്പമാണ്. എല്ലാ ദിവസവും രാവിലെ ചെല്ലുന്ന സമയത്ത്, വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഈ ശ്ലോകം ചെല്ലുമ്പോഴത്തേന്, അല്ലെങ്കിൽ എല്ലാ ദിവസവും സ്റ്റഡി ടേബിളിന്റെ അടുത്ത് ഈ ശ്ലോകം ഇങ്ങനെ ചെറുതായിട്ട് എഴുതി ഇങ്ങനെ വെച്ചിരിക്കണം. അപ്പൊ എപ്പം സ്റ്റഡി ചെയ്യാൻ വരുമ്പോഴോ ആദ്യം ഇതങ്ങോട്ട് വായിക്കണം. അപ്പൊ ദിവസവും ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കായിട്ട് ബൈഹാർട്ട് ആവും. ഓക്കെ. അനന്യ. ഭൂമിരാപോ അനലോ വായുർക്കമ്മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതിർ അഷ്ടധ. വെരി ഗുഡ്. അപ്പം ഇനി അനഭി. ഹരേ കൃഷ്ണ. ആ ഭൂമിരാപോ അനലോ വായു കമ്മന ബുദ്ധിരേവ ച അഹങ്കാര ഇത്യമ്മേ ഭിന്ന പ്രകൃതിരഷ്ടധ. വെരി ഗുഡ്. രാഖി. രാശി. ഭൂമിരാരോ അനിലോ
വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് എല്ലാം 1 2 എല്ലാവരും അൺമ്യൂട്ട് ആക്കുക. പ്രഭു ഞാൻ ചൊല്ലിയില്ല. അശോക് കൃഷ്ണൻ ഓക്കെ ചെല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. സോറി. ഭൂമിർ അപ്പോ അനലോ വായുർ കമ മനോ ബുദ്ധിർ ഇവയച അഹങ്കാര ഇതി അമ്മേ ഭിന്ന പ്രകൃതി അസ്തദ. വെരി ഗുഡ്. ഓക്കെ നമുക്ക് ഇനി ഒരുമിച്ച് എല്ലാം എല്ലാവരും അൺമ്യൂട്ട് ആക്കണം. 1 2 3 4 സ്റ്റാർട്ട്. മനോ ബുദ്ധിരേവച അഹങ്കാരം ഇത്യമ്മേ പ്രകൃതി അഷ്ടധ വായുഖം മനോ അഹങ്കാര ഇത്യമ്മേ. എന്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിങ്ങനെ 8 എണ്ണം അടങ്ങുന്നതാണ്. ഈ 8 എലമെന്റ്സ് ആണ് നമ്മുടെ ബോഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നമുക്ക് എടുക്കാൻ പോകുന്ന ശ്ലോകം എടുക്കാനുള്ളത് 3ാമത്തെ ചാപ്റ്ററിലെ 8th ശ്ലോകമായിരുന്നു എടുക്കേണ്ടത്. അതായത് പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടിയെ കുറിച്ച്. എന്തുകൊണ്ടാണ് പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ എനർജി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ ശ്ലോകം എടുത്തത്. അതായത് സൂപ്പർ നാച്ചുറൽ സോഴ്സ് പവറിൽ നിന്നാണ്, അതായത് കൃഷ്ണനിൽ നിന്നാണ് നമ്മുടെ എനർജി നമുക്ക് കിട്ടിയത്. ഈ എനർജി നമുക്ക് വീണ്ടും വീണ്ടും ചാർജ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ കഴിക്കുന്ന ഫുഡും യൂട്ടിലൈസ് ആവത്തുള്ളൂ. അപ്പം ഈ ചാർജിന് അനുസരിച്ചിട്ടുള്ള ഫുഡാണ് നമ്മൾ എടുക്കേണ്ടത്. ലിഥിയം ബാറ്ററിയിൽ വേറെ ഏതെങ്കിലും ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ പറ്റുമോ? DC-യിൽ AC കണക്ട് ചെയ്യാൻ പറ്റും, നടക്കുമോ? AC-യിൽ DC കണക്ട് കഴിഞ്ഞാൽ ചാർജ് ആകുമോ? ഇല്ല. അപ്പം ഭഗവാനെ വിളിക്കുമ്പം അതിനനുസരിച്ചിട്ടുള്ള ഫുഡും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചെയ്യുമ്പോഴത്തേന് ഇത് രണ്ടെല്ലാം കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റിട്ട് ഭഗവാനെ നിവേദിക്കണം, ഭഗവാന് പാല് കൊടുക്കണം. പഴം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ ആദ്യം കൊടുക്കണം. ആപ്പിൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ ആദ്യം കൊടുക്കണം. നട്ട്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ ആദ്യം കൊടുക്കണം. റൈസ് കൊടുക്കും, അത് ഭഗവാൻ ആദ്യം കൊടുക്കണം. എല്ലാം ഭഗവാൻ ആദ്യം കൊടുക്കണം. അപ്പൊ നമുക്ക് ഭഗവാനായിട്ടൊരു കണക്ഷൻ വരും, ഒരു ഇന്റർ കണക്ഷൻ വരും. അപ്പൊ ആ ഒരു കണക്ഷനിലൂടെ നമുക്കൊരു കോൺവെർസേഷൻ വരും. ആ കോൺവെർസേഷനിലൂടെ നമുക്ക് ആ ഭഗവാന്റെ ഒരു പവർ നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ഇന്റലിജന്റ് ഡെവലപ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഹൈ ഇന്റലിജന്റ്, ഹൈ പൊസിഷനിൽ നമ്മൾ എത്തും. ടെസ്റ്റ് ചെയ്തോ, ഇത് റിസർച്ച് ചെയ്തോ, അല്ലെങ്കിൽ ഒരു PhD ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. വലുതായിട്ട് വരുമ്പോൾ ഭഗവത്ഗീതയിൽ PhD എടുത്ത് എത്ര പേരുണ്ടെന്ന് അറിയാം. റിസർച്ച് ചെയ്തിട്ട് പ്രാക്ടിക്കലായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ്. പ്രാക്ടിക്കലായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് PhD എടുത്ത് ഡോക്ടറായവരുണ്ട്. അപ്പം അടുത്ത ആഴ്ച നമുക്ക് ആ 3rd ചാപ്റ്ററിലോട്ട്, നമ്മുടെ ഡ്യൂട്ടിയിലോട്ട് നമുക്ക് പോകാം. ഡ്യൂട്ടി ചെയ്യണമോ ചെയ്യണ്ടയോ, എന്തുകൊണ്ട് ചെയ്യണമെന്ന് പറയുന്നു, അതൊക്കെ നമുക്ക് എടുക്കാം. അപ്പൊ നമുക്കിനി അടുത്തൊരു എക്സർസൈസ് എന്താണ്? എന്നെ മുത്തശ്ശന് ഒരു അവസരം കൊടുക്കോ വായിക്കാൻ? ഓ പിന്നെന്താ, മുത്തച്ഛൻ വായിച്ചോളൂ. എർത്ത് വാട്ടർ ഫയർ വായിക്കാം. വായിച്ചോളൂ. എർത്ത് വാട്ടർ ഫയർ എയർ. Earth, mind, intelligence and force. Sir, EGO എന്തുവാ? Ego all together
സാർ ഇതെന്താ EIGHT? 8. എത്ര 8 constitute my separated മെറ്റീരിയൽ energies. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. റെക്കോർഡിംഗ് ആയിട്ടുണ്ടായിരുന്നു. റെക്കോർഡിംഗ് Uncle mute. പ്രഭു മ്യൂട്ടാ. Mute, please unmute. സർവതോന്മുഖം നരസിംഹം ഭീഷണം ഭദ്രം മത്യുർമത്യുന്നമാമികം ശ്രീ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ പ്രഹ്ലാദേശ ജയ ഭസ്മമുഖ ജയ ഭസ്മവൃന്ദ. വിനാശ നരസിംഹ ഭഗവാൻ കീ, നരഹരി കീ, രാമരാജ് കീ. താങ്ക് യു. അപ്പൊ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ബസ്സിട്ടുണ്ടല്ലോ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. 10 ആര് സ്റ്റാർട്ട് ചെയ്തു? കേട്ടില്ല. ഓക്കെ, 1 സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യൂ. 10 9 8 7 6 5 4 3 2 1. Hare Krishna. Hare Krishna. Hare Krishna. Hare